ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്ക് സമീപമുള്ള കരുമാടി കാമപുരം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തെയും അവിടെയുള്ള കൗതുകമുണർത്തുന്ന ചരിത്രത്തെയും കുറിച്ചുള്ള ഒരു വീക്ഷണമാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ക്ഷേത്രത്തിന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കാൾ പഴക്കമുണ്ടെന്നാണ് പ്രാദേശികമായ വിശ്വാസം. കരുമാടിയിലെ ഈ കാമപുരത്തുകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് വലിയ ചരിത്ര ഐതിഹ്യ കഥകളാണ് പ്രചാരത്തിലുള്ള ആ ഐതിഹ്യ കഥകളിൽ ഏറ്റവും മുൻപിലുള്ളത് ഇവിടുത്തെ അത്ഭുതപ്പെടുത്തുന്ന ചലിക്കുന്ന കൽവിളക്കാണ്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷതയും ശാസ്ത്രലോകത്തിന് പോലും കൃത്യമായ ഉത്തരം നൽകാത്തതുമായ ഒന്നാണ് ശ്രീകോവിലിന് മുന്നിലുള്ള കൽവിളക്ക്. കാലങ്ങൾ കൊണ്ട് ഈ കൽവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്നും പുറകോട്ട്, അതായത് സൈഡിലോട്ട് തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 20 വർഷം കൊണ്ട് ഈ കൽവിളക്ക് 1.5 മീറ്ററോളം സൈഡിലോട്ട് മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഈ കൽവിളക്കിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് കേട്ടോ. പണ്ടുകാലത്ത് യുദ്ധങ്ങളും കൊള്ളയടിക്കലുകളും ഉണ്ടായപ്പോൾ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സ്വർണ്ണ കൊടിമരം ശത്രുക്കൾ കൊണ്ടുപോകാതിരിക്കാൻ ക്ഷേത്രമുറ്റത്തെ ഒരിടത്ത് കുഴിച്ചിട്ടു. അത് ആരും കാണാതിരിക്കാൻ അതിന് മുകളിലായി ഈ കൽവിളക്ക് സ്ഥാപിച്ചു എന്നാണ് കഥ. ഭാവിയിൽ ഒരു ദേവപ്രശ്നത്തിൽ പ്രവചിക്കപ്പെട്ടത്, അതായത് പിന്നീടൊരു ദേവപ്രശ്നം നടന്നപ്പോൾ പ്രവചിക്കപ്പെട്ടത്, ഈ കൽവിളക്ക് സ്വയം നീങ്ങി സമീപത്തുള്ള യക്ഷി അമ്പലത്തിനടുത്ത്, അതായത് നമ്മുടെ കാമപുരത്ത് കാവ് മെയിൻ അമ്പലത്തിനോട് ചേർന്ന് ഉപദേവതയായ ഒരു യക്ഷിയമ്മയുടെ കോവിലുണ്ട്. ആ കോവിലിൻ്റെ നേരെ വരുമ്പോൾ, അതായത് ഈ കൊടിമരം നീങ്ങി ആ യക്ഷിയമ്മയുടെ കോവിലിന് നേരെ വരുമ്പോൾ താഴെ മറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കൊടിമരം തനിയെ ഉയർന്നു വരുമെന്നാണ് ഇതിൻ്റെ മെയിൻ ഐതിഹ്യ കഥ. ഈ കാണുന്ന കോവിലാണ് യക്ഷിയമ്മയുടെ കോവിൽ. ആ കോവിലിനോട് ചേർന്ന് തന്നെ നാഗദൈവങ്ങളുടെയും ഒരു കാവുണ്ട്. വളരെ മനോഹരമായ ഒരു കാവാണത്. നാഗരാജാവും നാഗയക്ഷിയമ്മയാണ് അവിടുത്തെ മെയിൻ വിഗ്രഹം, മെയിൻ ദേവതകൾ. പിന്നെ യക്ഷിയമ്മയുടെ ഈ കോവിലിനോട് ചേർന്ന് തന്നെ ഒരു കരിമ്പനയുണ്ട്, ഒരു പന കൂടിയുണ്ട്. ഈ പനയും ഈ യക്ഷിയമ്മയുടെ കോവിലും എല്ലാം കൂടി ചേർന്ന് ഒരു പ്രത്യേക ഫീലിംഗാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. കാമപുരത്ത് കാവിൽ പ്രധാന ദേവതയായി ആരാധിക്കപ്പെടുന്നത് ശങ്കരനാരായണ സങ്കല്പമാണ്. ഈ കാമപുരത്ത് കാവിന് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഒരു പുരാതനമായ ദേവീക്ഷേത്രം കൂടിയുണ്ട്. ഒരു വയലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ദേവീക്ഷേത്രം. നമുക്ക് കാണാൻ വളരെ മനോഹരമായ ക്ഷേത്രവും ഒരു പുരാതന ക്ഷേത്രമാണ്. വളരെ ശക്തിയായ ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പിന്നെ ഈ ക്ഷേത്രങ്ങളുടെ ഇടയിലൂടെയുള്ളൊരു പാതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ കരുമാടിയിലെ പ്രശസ്തമായ കരുമാടിക്കുട്ടൻ, അതായത് ശ്രീബുദ്ധൻ്റെ ഒരു വിഗ്രഹം അവിടെ ഉണ്ട്. ഒറ്റ കൈയുള്ള ശ്രീബുദ്ധൻ്റെ ഒരു വിഗ്രഹമുണ്ട്. ബുദ്ധമതത്തിൻ്റെ വളരെ പ്രാചീനമായ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് കരുമാടി. കരുമാടി എന്ന ഈ പ്രദേശം ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് കേരളത്തിലെ ഈ പ്രസിദ്ധമായ ബുദ്ധമത കേന്ദ്രമുള്ളത്. അതായത് നമ്മുടെ കാമപുരത്ത് കാവ് ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഈ പ്രശസ്തമായ ബുദ്ധമത കേന്ദ്രമുള്ളത്. ഈ ബുദ്ധമത കേന്ദ്രത്തിൻ്റെ പ്രതിമയെ അറിയപ്പെടുന്നത് കരുമാടിക്കുട്ടൻ ആണ്. അതായത് കരുമാടിയിലുള്ള ബുദ്ധമത പ്രതിമയായതുകൊണ്ടാണ് കരുമാടിക്കുട്ടൻ എന്നറിയപ്പെടുന്നത്. 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും കരുമാടി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ശ്രീമൂലവാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രതിമ, അതായത് പിന്നീട് എപ്പോഴേക്കെയോ കരുമാടിത്തോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. പിന്നെ 1930-കളിൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ സർ റോബർട്ട് ബ്രിസ്റ്റോ ആണ് ഇത് വീണ്ടെടുത്ത ഒരു സംരക്ഷണ മണ്ഡപമായി, ഈ കാണുന്ന സംരക്ഷണ മണ്ഡപമായി ഇവിടെ സ്ഥാപിച്ചത്. പഴയകാല ബുദ്ധസംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളാണ് കരുമാടിയെ ഇന്നും ചരിത്ര ഗവേഷകരുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കുന്നത്. ഗ്രാമീണ ഭംഗിയും ആത്മീയതയും ഒത്തുചേരുന്ന മനോഹരമായ ഒരു ചരിത്രഭൂമിയാണ് കരുമാടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.